ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ എന്ത് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് ചേട്ടൻ വലയിട്ട് കുറച്ച് ചെമ്മീൻ കിട്ടിയത് കേട്ടോ. കുറച്ച് അധികം ചെമ്മീൻ കിട്ടി. അപ്പോൾ നമ്മളിത് കുടവലയ്ക്കകത്ത് പിടിക്കുന്ന ചെമ്മീനാണ് കേട്ടോ. ഇത് നമ്മൾ ഇനം തിരിച്ച് ഇത് വലുത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരുപാട് ചെമ്മീൻ റെസിപ്പികളെ യൂട്യൂബിൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെമ്മീൻ നിർത്തിപ്പൊരിച്ചത്, കടത്തിപ്പൊരിച്ചത്, ചെമ്മീൻ ബിരിയാണി എന്നിങ്ങനെയുള്ള റെസിപ്പികൾ കാണാൻ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദിയ ഡ്രീംസ് 123 എന്ന് പറയുന്ന എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ FBയിലെ ശ്രീധർമ്മ ദിബിൻ, ഇൻസ്റ്റഗ്രാം ഐഡിയും ശ്രീധർമ്മ ദിബിൻ തന്നെയാണ്. എനിക്ക് ഒരുപാട് ഫേക്ക് IDs എൻ്റെ പേരിൽ ഉണ്ട്. അതൊന്നും എൻ്റെ ID അല്ല. എൻ്റെ എല്ലാ ചാനലുകളിലും ശ്രീധർമ്മ ദിബിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ ശ്രീധർമ്മ ദിബിൻ എന്നുള്ള പേര്. ഇതറിയാതെ ഇങ്ങനെ സൗമ്യ മലയാളി അല്ലെങ്കിൽ സൗമ്യ രാജീവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫേക്ക് IDs ഉണ്ട്. അതിനൊന്നും മെസ്സേജൊക്കെ കിട്ടുവാണെങ്കിൽ അതൊന്നും ഞാനല്ല. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ദിയ ഡ്രീംസ് എന്നാണ്. അത് മോടെ പേര് വെച്ചിട്ടാണ്. വേറെ ഒരു പേരിലും എൻ്റെ ഫോട്ടോ വെച്ചുള്ളത് എൻ്റെ ID അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോയാലോ? അപ്പം കുറച്ച് ഇതിന് ഇനം തിരിച്ച് നമ്മൾ ചെറിയ ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെമ്മീൻ വെച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ കുറച്ച് വലിപ്പമുള്ളത് വീണ്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 2.5 കിലോയിൽ അധികമായിട്ടുള്ള ചെമ്മീനാണ് നമുക്ക് ഇന്ന് കുടവലയ്ക്കകത്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ബാക്കിയുള്ള ചെമ്മീനൊക്കെ നമ്മൾ ചെറുതൊക്കെ നമ്മൾ കൂടിനകത്താക്കി കുറച്ച് മാറ്റി വെക്കും. അല്ലെങ്കിൽ ഇത് ഇന്ന് ഞുള്ളിയാലൊന്നും തീരത്തില്ല. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചേക്കട്ടെ അമ്മേ. ചെറുതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചേക്കട്ടെ. ആഹാ, അത്രയും ചെമ്മീനകത്തൊരു കുഞ്ഞി പള്ളത്തി. അപ്പോൾ ഈ പള്ളത്തി കാണാത്തവരൊക്കെ കണ്ടോളൂ. സെറ്റ് വെയിറ്റ്. ഇത് നമ്മൾ ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്കും നുള്ളാനായിട്ട് എടുക്കാം. നിർത്തിപ്പൊരിക്കാനും കിടത്തിപ്പൊരിക്കാനും ഒക്കെ ഈ ഒരു ചെമ്മീനാണ് നല്ലത്.